Hello guys, welcome back to my channel G Sports Official. So കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിന് കൂടി ഇറങ്ങാൻ പോകുന്നു. ഈ വരുന്ന ശനിയാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. സോ നമുക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള ആദ്യ ലെഗിൽ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 എന്ന സ്കോറിൽ പരാജയപ്പെട്ടിരുന്നു. ആ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 3-2 എന്ന സ്കോറിൽ പരാജയപ്പെട്ടു എങ്കിൽ കൂടിയും മികച്ചൊരു പ്രകടനമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് കാഴ്ചവെച്ചത്. സോ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി രണ്ട് ടീമിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ നമുക്കറിയാം മികച്ച താരങ്ങൾ ഉള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇന്ത്യയിൽ തന്നെ മികച്ച താരങ്ങളുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. പ്രധാനമായും അവരുടെ ഇന്ത്യൻ താരങ്ങളായ ലിസ്റ്റൻ കൊളാക്കോ, അതുപോലെ തന്നെ മൻവീർ സിംഗ്, ആശിഷ് റായ് എന്ന മികച്ച താരങ്ങളുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതുപോലെ തന്നെ അവരുടെ വിദേശ താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം എ ലീഗ് ടോപ്പ് സ്കോററായ ജാമി മെക്ലാറനും അതുപോലെ തന്നെ ജയ്സൺ കമിൻസനും അടക്കമുള്ള സൂപ്പർ താരങ്ങളുള്ള ഒരു നിര തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും മികച്ച താരങ്ങളുടെ ഒരു നില കേരള ബ്ലാസ്റ്റേഴ്സിനും ഉണ്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ഫോർവേഡ് സ്പാനിഷ് താരമായ ജീസസ് ജിമിനസ്, അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദുസാൻ ലഗോട്ടർ എന്നീ മികച്ച താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനുമുണ്ട്. ഇനി മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു എങ്കിൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് മുന്നേറുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ എങ്ങനെയും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഇനി നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള മത്സരത്തിൽ പ്രധാനമായും മാർക്ക് ചെയ്യേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ഓസ്ട്രേലിയൻ താരമായ ജാമി മെക്ലാറിൻ, അതുപോലെ തന്നെ മറ്റൊരു ഓസ്ട്രേലിയൻ താരമായ ജയ്സൺ കമിൻസൺ, അവരുടെ ഇന്ത്യൻ താരമായ ലിസ്റ്റൻ കൊളാക്കോ, അതുപോലെ തന്നെ മൻവീർ സിംഗ് എന്ന താരങ്ങളെ നമ്മൾ പ്രധാനമായും മാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ അവസരങ്ങൾ വരെ മുതലാക്കാൻ കഴിവുള്ള താരങ്ങളാണ് ഈ പറഞ്ഞ താരങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ താരങ്ങളെ എങ്ങനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ മത്സരത്തിലെ വിജയപരാജയം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ അവരുടെ സ്കോട്ടിഷ് താരമായ ഗ്രീക്ക് സ്റ്റുവാർട്ട്, അതുപോലെ തന്നെ ഇവരുടെ ഇന്ത്യൻ താരമായ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ സഹൽ അബ്ദുൽ സമദ് എന്നീ താരങ്ങൾക്ക് പരിക്ക് മൂലം ഈ മത്സരത്തിൽ ഇറങ്ങില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയി വേണമെങ്കിൽ കാണാം. പക്ഷെ അത് വെച്ചുകൊണ്ട് നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പുച്ഛിച്ച് എഴുതി തള്ളാനൊന്നും പറ്റില്ല. കാരണം മികച്ച സ്ക്വാഡുള്ള ഒരു ടീം തന്നെയാണ്, മികച്ച ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഒരു ടീം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതുകൊണ്ട് തന്നെ മികച്ചൊരു മത്സരം നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈനപ്പിലേക്ക് വരാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഇന്ററിം കോച്ചായ മലയാളി കോച്ച് കൂടിയായ TG പുരുഷോത്തമൻ തന്റെ ഇഷ്ട ഫോർമേഷനായ 4-2-3-1 എന്ന ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള കൊച്ചിയിലെ ഈ മത്സരത്തിന് ഇറക്കുക. സോ 4-2-3-1 എന്ന ഫോർമേഷനിൽ ഗോൾ കീപ്പറായി ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത് കമൽജിത് സിംഗിനെയാണ്. നമുക്കറിയാം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഒരു ഗോൾ കീപ്പറാണ് കമൽജിത് സിംഗ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് 11 വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾ കീപ്പറായി ആദ്യ 11 കമൽജിത് സിംഗിനെയാണ് ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഐബൺ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും, രണ്ട് സെന്റർ ബാക്കുമാരായി മിലോസ് ട്രിംസിച്ചും അതുപോലെ തന്നെ ഓർമ്മിപ്പാമായിരിക്കും ഉണ്ടാവുക. ഇനി 4-2-3-1 രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി
മലയാളി താരമായ വിപിൻ മോഹനനും അതുപോലെ തന്നെ ഫ്രെഡിയുമായിരിക്കും ഉണ്ടാവുക. ഇനി ഒരുപക്ഷെ ഫ്രെഡിക്ക് പകരം ഡാനിഷ് ഫാറൂഖ് ആദ്യ ഇലവനിലേക്ക് മടങ്ങി വരുവാനുള്ള സാധ്യതയുണ്ട്. ഇനി 3 മിഡ്ഫീൽഡേഴ്സായി ലെഫ്റ്റ് വിങ്ങിൽ നോഹ സദോയ്ക്ക് പകരം അമാവി ആയിരിക്കും ആദ്യ ഇലവനിൽ വരിക. നമുക്കറിയാം നോഹ സദോയ്ക്ക് ചെറിയ പരിക്കുകൾ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. സോ ഞാനിവിടെ ലെഫ്റ്റ് വിങ്ങിൽ അമാവിയാണ് പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ കോറോ സിംഗും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഉറുഗ്വൻ മാജിഷ്യൻ അല്ലെങ്കിൽ ലിറ്റിൽ മാജിഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന അഡ്രിയൽ ലൂണയും അതുപോലെ തന്നെ ഏക സ്ട്രൈക്കറായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ജീസസ് ജിമേനസും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഒരുപക്ഷെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ക്വാമി പെപ്രയെ ആദ്യ ഇലവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. ഞാനിവിടെ സ്ട്രൈക്കറായി പ്ലേസ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായ ജീസസ് ജിമേനസ് ആണ്. നിങ്ങൾക്ക് ഈ ലൈനപ്പിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാകാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.